എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്, വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്, വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്, വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്, വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്, വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. പകലിൽ നീളെ നീയൊരു പന്തിനൊപ്പം പായുന്നു, പകലോനസ്തമിച്ചാൽ പോലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ആദരണീയനായ ആദർശ സമ്മേളനത്തിൻ്റെ യോഗാധ്യക്ഷരെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നന്ദി എന്ന് പറയുന്ന ഈ പ്രദേശം ഇസ്ലാമിക സംഘടനകളുടെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ഥലമാണ്. ഖണ്ഡനങ്ങൾ നടന്നിട്ടുണ്ട്, ഇവിടെ മണ്ഡനങ്ങൾ നടന്നിട്ടുണ്ട്, മുഖാമുഖങ്ങൾ നടന്നിട്ടുണ്ട്, പൊതുപ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്, ചിന്തനീയമായ പ്രോഗ്രാമുകളെല്ലാം നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. നന്ദിയിലെ വളരെ പ്രസിദ്ധമായ ഈ പാലത്തോട് ചേർന്ന് കിടക്കുന്ന, മുമ്പ് ഹൈവേയായി ആയിരം വാഹനങ്ങൾ ഓടിച്ചുപോയ ഈ റോഡിന്റെ ഓരത്താണ് ഇന്ന് പടച്ചതമ്പുരാന്റെ അപാരമായ അനുഗ്രഹം പെയ്തിറങ്ങുന്ന കാർമേഘങ്ങളുടെ കീറുകളിൽ നിന്ന് വഅൻസല മിനസ് സമാഇ മാഅ,
അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം. ഇന്ന് മഗ്‌രിബിനെ ഓതിയ ആയത്തുകൾ എന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ചവർ ഓർക്കുന്നുണ്ടാവും. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ ആ മഴ ഇറക്കുന്നത് അല്ല നാമാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ശുദ്ധജലത്തെ, പാനജലത്തെ, നിങ്ങൾ യഥേഷ്ടം കുടിക്കുന്ന ദാഹം തീർക്കുന്ന ദാഹജലത്തെ നാം ഉപ്പ് ജലമാക്കി മാറ്റുമായിരുന്നു എന്നാണ് 56-ാം അധ്യായം 68 മുതൽ 70 വരെയുള്ള വചനങ്ങളിൽ പറയും. കുൽ ഇന്നസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ, അല്ലാഹു പറയാണ്, കിണറുകളിൽ അള്ളാഹു ഉറവ് ജലത്ത് വറ്റിച്ചു കളഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ഉറവ് ജലം കൊണ്ട് വന്നു തരാനുള്ളത്? ശക്തമായ ചൂടാണ്. കോഴിക്കോട് ജില്ലയിലാണ് മഴ പെയ്യുന്നത്, പല ജില്ലകളിലും മഴയില്ല. ഞാൻ മലപ്പുറത്തുനിന്നാ വരുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങളായി കാർമേഘം ഘനീഭവിച്ചു നിൽക്കുകയാണ്, പക്ഷെ മഴയില്ല. അതിന്റെ കാരണങ്ങളിലേക്കായിരുന്നു ഇന്ന് ഞാൻ ഖുതുബയുടെ 2ാമത്തെ ഖുതുബ അവിടെ മലപ്പുറത്ത് നടത്തി. മഴ വേണം, ശക്തമായ മഴ പെയ്യട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മഴ പെയ്യുമ്പോഴും ആദർശത്തിന്റെ ദാർശനികമായ ഒരു മഴ, അതും നന്ദിയിൽ പെയ്തിറങ്ങേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ മഴയുടെ ബഹളമുണ്ടാകും, ഹൈവേയിലെ വണ്ടികളുടെ ബഹളമുണ്ടാകും. ആദർശം പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് സമീപത്ത് വന്നിരുന്ന് ഈ ആദർശത്തോട് വിയോജിപ്പുള്ളവനും ഇവിടെ കസേരയിൽ വന്നിരിക്കാം. എന്താ അവർക്ക് പറയാനുള്ളത്? നല്ല കാര്യം, അങ്ങനെയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി, എന്താ ഉണ്ടാവുക? ഒരു മധ്യസ്ഥനായ ഒരാൾ വന്നു, അല്ലെ ഒരു നിഷ്പക്ഷനായ ഒരാൾ വന്നു. അയാള് പെണ്ണിന്റെ കുടുംബക്കാരനാണെന്ന് വിചാരിക്കുക. പെണ്ണ് പറയുന്നത് മാത്രമാണ് അയാൾ കേൾക്കുന്നത് എങ്കിൽ ആ വിഷയത്തിൽ നീതിപൂർവ്വം അയാൾക്ക് വിധിക്കാൻ കഴിയോ? ലളിതമായ ഒരു ഉദാഹരണം പറയുന്നത്. നേരെ മറിച്ച് രണ്ടാളതും കേൾക്കണം, എന്നിട്ട് രണ്ടാൾക്കിടയിലും നീതിമാന്മാരായ വിധികർത്താക്കൾ തീർപ്പ് കൽപ്പിക്കണം. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, സ്വർഗ നരകങ്ങൾ തീരുമാനിക്കുന്ന മൗലികമായ ഒരു വിഷയത്തിൽ 30, 40, 50 കൊല്ലം ഒന്നിച്ച് പ്രവർത്തിച്ചവർ. അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ പ്രഗത്ഭനായ എഴുത്തുകാരനും ചിന്തകനും പണ്ഡിതനും രാഷ്ട്രപതിയിൽ നിന്ന് നല്ല അധ്യാപകനുള്ള നാഷണൽ അവാർഡ് വാങ്ങിയ നല്ല ഒരു ഗുരുനാഥനാണ് അബ്ദുൽ ഹഖ് സുല്ലമി. എത്ര പ്രായമുണ്ട് അദ്ദേഹത്തിന്? അദ്ദേഹം എവിടെയാ? ഞങ്ങളോടൊപ്പമാണ്. അദ്ദേഹം മഹാപണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹം ഇത്രയും കൊല്ലം പല എം എം മദനിയുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു. കക്ഷിത്വം നമ്മൾ നയിച്ചാൽ, ഹിസ്ബിയത്തും ഹസ്ബിയത്തും ഒത്തുവന്നാൽ പിന്നെ മനുഷ്യൻ നശിച്ചത് തന്നെയാണ്. നമുക്കിവിടെ ആവശ്യം എന്താണ്? ഇവിടെ ബഹുമാനനായ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഇക്കാക്ക എന്ന് പറയാവുന്ന എൻ്റെ ഹനീഫ് ക, ഞാൻ വളരെയേറെ ഇന്നും എനിക്കൊരു വിരോധം ആ കാര്യത്തിലില്ല. പക്ഷെ ആദർശപരമായി ശക്തമായ വിയോജിപ്പുകളുണ്ട് പല കാര്യങ്ങളോട്. ഹനീഫ് ക ഇവിടെ കഴിഞ്ഞ 29-ാം തീയതി പ്രസംഗിച്ചു. 2ാം നാൾ ഞാൻ മറുപടി പറയുമെന്ന എന്റെ വാക്ക് അള്ളാന്റെ അനുഗ്രഹത്താൽ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. കുറച്ചെങ്കിലും സഹോദരങ്ങളെ, വളരെ ഗൗരവമായി ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ. അപ്പൊ അത് തിരുത്തേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, കേരളത്തില് സമസ്തക്കാര് സൃഷ്ടിക്കുന്ന തെറ്റിദ്ധാരണ ഏറ്റവും കൂടുതൽ തീർത്തൊരാളാരാ? സക്കരിയ സ്വലാഹിയാണ്. ഈ നാദാപുരത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉണ്ടാക്കിയ എല്ലാ തെറ്റിദ്ധാരണകളും തിരിച്ചത് ബഹുമാനനായ ഹുസൈൻ സലഫിയാണ്. അതിൽ ഹനീഫ് കായക്കൊടിക്ക് പങ്കില്ല, അഹമ്മദ് അനസ്മോലയ്ക്ക് പങ്കില്ല, ടി.പിക്ക് പങ്കില്ല, അബ്ദുറഹ്മാൻ സലഫിക്ക് പങ്കില്ല. കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായി സമസ്തക്കാർ സൃഷ്ടിക്കുന്ന തെറ്റിദ്ധാരണ ഏറ്റവും തീർത്തവരാരാ? സക്കരിയ സ്വലാഹി, ഹുസൈൻ സലഫി, CP സലീം, ഞങ്ങളെ പോലുള്ള ആളുകളാണ്. അത്ര തന്നെ വരില്ല ഈ പറഞ്ഞ ആരും. മറുഭാഗത്ത് KNM-നോടൊപ്പം നിൽക്കുന്ന ആരും ഞങ്ങൾ നിർവഹിച്ച സേവനത്തോട് തുല്യമാകുന്നവരല്ല. ഇതൊരു അധികാരം പറയല്ല, തെറ്റിദ്ധരിക്കരുത്. ഇതെന്തിനാ പറയണെന്നറിയോ? ഇവിടുത്തെ ശിർക്കൻ പ്രശ്നങ്ങൾക്ക്, അല്ലെ ശിർക്കിനെ ഏറ്റവും ശക്തമായി എതിർത്തവർക്ക് നേരെ അതൊന്നും ചെയ്തിട്ടില്ലാത്തവർ ശിർക്ക് ആരോപിക്കുമ്പോ വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട കാര്യമാണ്. അത് പറയാനാണ് അത് പറഞ്ഞത്. കാരണം ജീവിതത്തിൽ ഇവിടെ ഇതര പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ തെറ്റിദ്ധാരണകളും തിരുത്തുന്നതിൽ മുൻപന്തിയിൽ നിന്നവർ, ആ ആളുകൾക്ക് നേരെയാണ് ശക്തമായ ആരോപണം വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ കാര്യമായി നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ രണ്ട് കൂട്ടർക്കും എന്താ പറയാനുള്ളത്? അത് ശരിക്കും കേൾക്കാനുള്ള ഒരു സന്മനസ്.
മാത്രവുമല്ല, നമ്മളിവിടെ വളരെ ഗൗരവമായി അറിയേണ്ടത് എന്താ, ഞാനൊരു പോയിന്റ് പറയും, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 20 കൊല്ലത്തോളം നമ്മൾ കേട്ട ഒരു പ്രഭാഷകൻ, അയാളെ പ്രസംഗമാണ് ആ വീടിനെ നന്നാക്കി. ആ ഭാര്യ പർദ്ദ ധരിച്ചത് അയാളുടെ പ്രസംഗം കേട്ടിട്ടാണ്. അവരുടെ മക്കൾ നര്യാണയുടെ മേലെ തുണി കൊടുത്തത് അവരുടെ പ്രസംഗം കേട്ടിട്ടാണ്. അവരുടെ മക്കൾ ക്ലീൻ ഷേവായി ജൂത പാരമ്പര്യം അനുസരിച്ച് താടിയും മീശയും ഇല്ലാതെ ജീവിച്ചപ്പോ പ്രവാചകന്റെ സുന്നത്ത് പഠിപ്പിച്ചത് ആ പ്രഭാഷകനാണ്. ആ പ്രഭാഷകനാണ് അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തത്. ശിർക്കിൽ നിന്നും ദർഗകളിൽ നിന്നും അവരെ മോചിപ്പിച്ചത് ആ പ്രഭാഷകനാണ്. ആ പ്രഭാഷകനെ മാറ്റി നിർത്തി അയാൾ തന്നെ ഞാൻ കേൾക്കൂല. പിന്നെയോ 6 മാസം പ്രായമുള്ള ശാലിഷ്, ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു പൊട്ടം പേര്, ആ പേരുള്ളവന്റെ പ്രസംഗേനി ഞങ്ങൾ കേൾക്കൂന്ന് തീരുമാനിക്കുന്ന എന്നെ അല്പത്തരവും വിവരക്കേടുമാണ്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ട്, അല്ല ഞാൻ 40 കൊല്ലം നിങ്ങളെ കൂടെ ജീവിച്ചില്ലേ, നിങ്ങൾ എന്താ വിളിച്ചത്? അല്ലമീൻ. അല്ലമീൻ വളരെ പ്രധാനമായ ഒരു പോയിന്റാ പറയുന്നത്. 40 കൊല്ലം നിങ്ങൾ എന്നെ പുകഴ്ത്തി, എന്തൊരു പ്രശ്നത്തിൽ നിങ്ങൾ എന്നെ തീർപ്പ് കൽപ്പിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾക്കറിയാം. ഞാൻ നന്മക്ക് വേണ്ടേ ജീവിച്ചോ, നിങ്ങൾക്കറിയാം. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ ഇന്ന കള്ളനും അതുപോലെ ഭ്രാന്തനും ഒക്കെ നിങ്ങൾ വിളിക്കുന്നത് എത്ര അർത്ഥവത്താണെന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, നമ്മള് മടവൂർ വിഭാഗവുമായി പിളർന്നപ്പോ നിങ്ങൾ നോക്ക്, നമ്മളെ ചീത്ത പറയാൻ വന്നതാരാ? അതുവരെ ജീവിതത്തിൽ തൗഹീദ് പറയാത്ത അലി മദനി. ഇയാൾ എവിടെയായിരുന്നു അത്രയും കാലം? അതിനു മുമ്പ് അലി മദനി എഴുതിയ ഒരു ലേഖനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇസ്ലാമിന് വേണ്ടി? ഇല്ല. അതിനു മുമ്പ് അലി മദനി തൗഹീദ് പ്രസംഗിച്ച ഒരു കേസറ്റ് ഉണ്ടോ? നമ്മളെ ചീത്ത പറഞ്ഞ് മുജാഹിദുകളെ മുശ്രിക്കാക്കാനോ വന്നത്. ഇവിടെ മുശ്രിക്കുകളായി ജീവിക്കുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളെ മുവഹിദാക്കുന്ന ഒരു പ്രസംഗം അതുവരെ അയാൾ ചെയ്തിട്ടില്ല. പോയിന്റാണ്, ചിന്തിക്കുന്നവർക്ക്, തലച്ചോറ് വർക്ക് ചെയ്യുന്നവർക്ക്. അല്ലാത്തവരെ സംബന്ധിച്ചവർ എനിക്ക് വർത്താനൊന്നുമില്ല. ഞാൻ ആ തലച്ചോറ് വർക്ക് ചെയ്യുന്നവർക്ക് ഇത് ക്ലിക്കാവും, ഉറപ്പാണ്. ഏത് ടൈപ്പ് പെട്ടവനാണെങ്കിലും. ഞാൻ പറയുന്നത് നല്ല ബുദ്ധിയുള്ള ആർക്കും കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ ആലോചിക്കും. നാസർ സുല്ലമി എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ നമ്മൾ ഇന്ന് വരെ എത്ര വരെയും കേട്ടിട്ടുണ്ടോ? അയാൾ മടവൂരിയായി ജീവിച്ചു, മടവൂരിയായി പ്രസംഗിച്ചു. മടവൂരിയായി പ്രസംഗിച്ചപ്പോഴുള്ള കേസറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അതേ പ്രസംഗമാണ് കേനമിന്റെ വേദിയിൽ ഇപ്പോഴും ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ കൂട്ടരെ? മടവൂരിയായ അയാൾക്ക് ഒരു ആദർശ മാറ്റം ഉണ്ടായിട്ടില്ല. കേനമിലേക്ക് വന്നപ്പോ അന്നും അയാൾ സീറ് നിഷേധിയാണ്, ഇന്നും അയാൾ സീറ് നിഷേധിയാണ്. അന്ന് അയാൾ ജിന്ന് ബാധക്കെതിരാണ്, ഇന്നും അയാൾ ജിന്ന് ബാധക്കെതിരാണ്. അന്നും അയാൾ യാഹി ബാദലിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞ ആളാണ്, ഇന്നും അയാൾ യാഹി ബാദലിൽ ശിർക്കുണ്ട് എന്ന് പറയുന്ന ആളാണ്. അന്നും അയാൾ നമ്മളെ ചീത്ത പറഞ്ഞ ആളാണ്, ഇന്നും അയാൾ നമ്മളെ ചീത്ത പറയുന്ന ആളാണ്. പിന്നെ അയാൾ മാറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ പൊരുള്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതൊരു കോമൺ സെൻസ് മതി. ഇത് മദനി ആവണ്ട, സലഫി ആകണ്ട, പിന്നെ സുല്ലമി ആകണ്ട, ഒന്നും ആവണ്ട. അല്ലാതെ തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 30 കൊല്ലമല്ലോ 25 കൊല്ലം ഹുസൈൻ സലഫിന്റെ പ്രസംഗം കേട്ടിട്ട് ഹുസൈൻ സലഫിന്റെ പരലോക കേസറ്റ് വരെ എടുത്ത് പുറത്തെറിയാണ്. എന്നിട്ടോ നാസർ സുല്ലമിന്റെ വിവരക്കേടിന്റെ കേസറ്റ് ഇട്ട് ഇങ്ങനെ ഇരുന്നിച്ചിരിക്കുകയാണ്. എന്തൊരു ദയനീയെന്നാണ്, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. കാരണം എന്താ, നാസർ സുല്ലമിന്റെ പ്രസംഗം കണ്ടാണോ കുഞ്ഞമ്മദാക്ക് അങ്ങൾ നന്നായത്? അല്ല. ഞാൻ പിന്നെ സക്കറിയ സുലൈന്റെ കേട്ടിട്ടാ. നിങ്ങളെ കുടുംബം പർദ്ദ ധരിച്ച എങ്ങനെ? അതും സക്കറിയ സുലൈന്റെ കുത്തുബ കേട്ടിട്ടാ. നിങ്ങളെ കുട്ടികളെ നരിയാണ്ട മേലെ അതും സക്കറിയ സുലൈന്റെ കേട്ടിനെ. നിങ്ങൾ എങ്ങനെ നന്നായത്? അത് ഹുസൈൻ സലഫിന്റെ 20 കേസറ്റ് പരലോകം കേട്ടിട്ടാണ്. നിങ്ങൾ എങ്ങനെ ജമാഅത്തെ ഇസ്ലാമിന്ന് മുജാദിലേക്ക് വന്ന്? അത് ഹുസൈൻ സലഫിന്റെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള നല്ല പ്രസംഗം കേട്ടിട്ടാണ്. പിന്നെ എന്താ നിങ്ങൾ നാസറിന്റെ കൂടെ കൂടി? അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ എന്തിനാ പോന്റെ കൂടെ കൂടിയത്? ഓന്റെ വയല് കേട്ടിട്ട് ഒരു പെരിച്ചായി നന്നായിട്ടുണ്ടോ? അതുമില്ല. ആഹാ, പിന്നെ എന്തിനെ പോന്റെ കൂടെ കൂടിയേ? അപ്പൊ ദുനിയാവിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് ഉറപ്പ്. ഇനി സ്ത്രീകൾ എല്ലാവരും ചിന്തിച്ചോളി. കേരളത്തിൽ ഇക്കഴിഞ്ഞ 12 കൊല്ലങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ട പ്രബോധകരൊക്കെ എവിടെയാ? KNM തച്ചു പുറത്താക്കി. KNM ആരെ ആവശ്യം? KNM നേതാക്കന്മാർ ചെയ്യുന്ന തെറ്റിനെ അംഗീകരിച്ച് റാൻ മൂളുന്ന, അവരെ ന്യായീകരിക്കുന്ന പ്രാസംഗികരെ അവർക്ക് ആവശ്യം. അള്ളാന്റെ ദീന് പ്യൂറായി പറയുന്നവർക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ഈ പോയിന്റ് നിങ്ങൾ ഉൾക്കൊള്ളും. എന്റെ വിഷയാവതരണം കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൗരവമായിട്ട് മനസ്സിലാവണം. നിങ്ങൾ മനസ്സിലാക്കി തന്നെ വേണം. ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്തറിയോ? നമ്മുടെ പരലോകം കൊണ്ടുള്ള കളിയാണ്, സ്വർഗ നരകങ്ങളെ കൊണ്ടുള്ള കളിയാണ്. ഫമൻ സുഉസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. 6 നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും 6 സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ? സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറയാം. ഹുസൈൻ മടവൂർ മർക്കസുദ്ദാവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CP ഉമർ സുല്ലമി അടക്കമുള്ള പണ്ഡിതന്മാരാൽ നയിക്കപ്പെടുന്ന മടവൂർ വിഭാഗം നമ്മുടെ നേരെ ഉന്നയിച്ച കുറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സാമ്പിളിന് തുടക്കത്തിൽ 2 പ്രധാനമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അങ്ങനെ തുടക്കത്തിൽ സഹോദരങ്ങളെ നമുക്കെതിരെ അവരെന്ത് ചെയ്തു? നമ്മൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ മലക്കുകളോട് പ്രാർത്ഥിക്കുന്നവരാണ്, വിജനമായ മരുഭൂമിയിൽ വെച്ച് ജിന്നിനെ വിളിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് നമുക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോ സഗൗരവമായി നിങ്ങൾ ആലോചിക്കണം. ഞാൻ വളരെ എളുപ്പത്തിൽ വിഷയത്തിലേക്ക് വരികയാണ്. വളരെ പ്രധാനമായി അവർ പറഞ്ഞു. അന്നവരെ വെല്ലുവിളിച്ചുകൊണ്ട് അനസ് മൗലവി പ്രസംഗിച്ചു. ഒരാള് ജിന്നിനോട് തേടുന്ന ഒരാള് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരൂ. ഒരുത്തനെയും കണ്ടില്ല എന്നാ പറഞ്ഞു. ഒരുത്തനെയും കണ്ടില്ല എന്നാ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം. അലി മദനി നമ്മുടെ നേരെ ഉന്നയിച്ച ആരോപണം എന്തായിരുന്നു? അലി മദനി നമ്മുടെ നേരെ ഉന്നയിച്ച ആരോപണം, അഥവാ മടവൂർ വിഭാഗത്തിന്റെ സലാം സുല്ലമി അടക്കമുള്ള അവരുടെ പണ്ഡിതന്മാർ നമുക്ക് നേരെ ആരോപിച്ച ആരോപണം എന്താ? ആ ആരോപണം നമ്മൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന. അതിന് മറുപടി കൊടുത്തുകൊണ്ട് മാത്രമല്ല, അത് ഏറ്റുപിടിച്ചു ആര്? അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി അത് ഏറ്റുപിടിച്ചു. അത് തന്നെ ഏറ്റുപിടിച്ചു ആര്? AP കാന്തപുരം അത് ഏറ്റുപിടിച്ചു. അത് തന്നെ പിന്നീട് KNM ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സുന്നികളെ പോലെ മടവൂർ വിഭാഗത്തെ പോലെ നുണ പറയുന്നു KNMന്റെ ലീഡർമാർ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വല്ല മടി ഉണ്ടാവൂ? അത് നമ്മൾ ഗൗരവമായി പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജിന്നിനെ വിളിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? കാടടക്കി പറയല്ല, വെല്ലുവിളിക്കുകയായിരുന്നു നമ്മള്. അന്ന് മടവൂർ വിഭാഗത്തെ അതിശക്തമായി ഹനീഫ് കായക്കൊടി വെല്ലുവിളിച്ചു. വെല്ലുവിളി നിസ്സാരമൊന്നുമല്ല, അപാരമായ വെല്ലുവിളി. ആ വെല്ലുവിളി കേട്ട രോമാഞ്ചം ഉണ്ടാവും നമുക്ക്. അങ്ങനെയുള്ള വെല്ലുവിളി. എന്താ വെല്ലുവിളി? മടവൂർ വിഭാഗത്തോട് വളരെ കൃത്യമായ വെല്ലുവിളി എന്താണ്? ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ ഇതിലുണ്ട് എന്ന് മുജാഹിദുകൾ എഴുതുകയോ, ശരിക്കും ശ്രദ്ധിക്കണേ, എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്ത ഒരു ലഘുലേഖയോ ഒരു ക്ലിപ്പിങ്ങോ നിങ്ങൾ ഇവിടെ ഹാജരാക്കിയാൽ, ഞങ്ങൾ എഴുതിയ ഏതെങ്കിലും ഒരു ലേഖനത്തിലെ ഒന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഇവിടെ ഹാജരാക്കിയാൽ, നന്ദി മുജാഹിദ് പള്ളിയുടെ പള്ളി പൂട്ടിയിട്ട് അതിന്റെ താക്കോല് എവിടെ തരുന്ന പറഞ്ഞത്? ദാറുസ്സലാം നന്ദിയിൽ കൊണ്ടുവരും. എങ്കിൽ ഹനീഫ് കാക്ക് ഇന്ന് വരാം, വണ്ടി ഇവിടെ നയിക്കും. വണ്ടി ഇവിടെ നയിക്കും, കാരണം ദാറുസ്സലാമിലേക്ക് കൊടുക്കണം. ഇപ്പൊ ഹനീഫ് കാ പറയുന്നത് എന്താണ്? ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്നാണ് മുജാഹിദുകൾ പറയുന്നതാണ്. ജിന്നിനോട് സഹായം തേടാമെന്നാണ് മുജാഹിദുകൾ പറയുന്നതാണ്. അങ്ങനെ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയിട്ടുണ്ട് എന്നാ. ജിന്നിനോട് തേടാം എന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി പറയുന്നു എന്നാണ് ഹനീഫ് കപ്പ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം. മുമ്പ് മടബൂരികൾക്ക് മറുപടി കൊടുത്തപ്പോ ഭയങ്കര ആണത്വത്തോടുകൂടി തന്റെ ഇടത്തോടുകൂടി അള്ള നൽകിയ സ്വരം കൊണ്ട് വെല്ലുവിളിക്കുകയാണ് ഹനീഫ് ക. എന്ത്? നന്ദി ദാറുസ്സലാമിൽ മുജാഹിദുകൾക്കിടയിൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ നന്ദി ദാറുസ്സലാമിൽ ആ താക്കോല് കൊണ്ടുവരും. ഞങ്ങളൊക്കെ മുജാഹിദുകളായിരുന്നല്ലോ. ഹനീഫ് ഖാന്റെ വാദപ്രകാരം ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാ ഞങ്ങളെന്നാ. എങ്കിൽ ആ താക്കോല് ഇവിടുത്തെ പള്ളി കമ്മിറ്റി ഏൽപ്പിക്കുമല്ലേ? അത് വേറെ വിഷയമാണ്. ഹനീഫ് ഖാൻ എങ്ങോട്ട് കൊണ്ടുവരാ? ഞങ്ങളും വരാം. എന്നിട്ട് ആ ദാറുസ്സലാമില് ആ താക്കോലോട് ഒരുപക്ഷെ ബൈലക്സിൽ ഈ പരിപാടി ഉണ്ടെങ്കിൽ ബൈലക്സിലൂടെ ഹനീഫ് ഖാൻ അത് കേൾക്കുന്നുണ്ടാവും. ഹനീഫ് ഖാനോടാണ് ഞാൻ പറയുന്നത്, വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഹനീഫ് ഖാൻ താക്കോല് വാങ്ങാൻ വരണം. നന്ദി മുജാഹിദ് പള്ളിയിൽ നിന്ന് ആ താക്കോല് ഇപ്പൊ കിട്ടെങ്കിൽ ആ താക്കോല് വാങ്ങി ദാറുസ്സലാമിൽ കൊടുക്കണം. അപ്പൊ അന്നത്തെ വെല്ലുവിളി എന്താണ്? അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയെ വെല്ലുവിളിക്കാൻ. എവിടെ മുജാഹിദുകൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ പറയണ എന്തറിയോ? കുടുങ്ങിയാല് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ തന്നെയാ പറയുന്നത്. എങ്കിൽ നിങ്ങൾ എന്തിന് കാത്തു നിൽക്കണം? നിങ്ങൾ അതിൽ കൊടുക്കണല്ലോ. ആ വെല്ലുവിളി, ഹനീഫ് കായുടെ ആ വെല്ലുവിളി, നന്ദി ദാറുസ്സലാമിൽ താക്കോല് കൊണ്ടുപോയി കൊടുക്കാന്നുള്ള വെല്ലുവിളി, അത് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജിൽ കൊണ്ടുവന്നു തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാഹുവിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ
നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. എന്തേ പ്രസംഗിക്കാത്തത്? എന്തേ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത്? ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇത് അവര് പറഞ്ഞപ്പോ സലാത്തുല്ലമയും വിചാരിച്ചുണ്ട്. സഹോദരങ്ങളെ, ഇതിവിടെ 29-ാം തീയതി പ്രസംഗിച്ച ഹനീഫ് ഖാന്റെ പ്രസംഗം അവിടെ മുമ്പ് നടന്നു. അത് നടന്നു എന്നാ പറയുന്നത്. ഏത്? മടവൂർ വിഭാഗവും സലാം സുല്ലമിയും അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയും ഒരേ തട്ടിൽ നിന്നുകൊണ്ട് വാദിച്ചു. എന്ത്? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന മുജാഹിദുകളിൽ അബ്ദുൽ ജബ്ബാർ മൗലവി, സക്കരിയ സ്വലാഹി അതുപോലുള്ള ആളുകൾ പറയുന്നു എന്നായിരുന്നു. അന്ന് ഹനീഫ് ഖാന്റെ മറുപടിയായത്, മുജാഹിദുകളിൽ ഒരാളും ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നില്ല, എഴുതിയിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല, അങ്ങനെ തെളിയിക്കാൻ കഴിയില്ല, ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. എന്നിട്ട് പോലീസുകാരെ സാക്ഷി നിർത്തി ഈ താക്കോല് ഞാൻ നന്ദി ദാറുസ്സലാം കൊണ്ടുപോയി കൊടുക്കുന്ന പറഞ്ഞു. എങ്കിൽ ഹനീഫ് കപ്പ കൊണ്ടുപോയി കൊടുക്കണം. ഇസ്ലാഹിൽ എഴുതിയത് ഷിർക്കാണെന്നാണ് ഇന്ന് ഹനീഫ് ക പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാഹിൽ എഴുതിയത് മടബൂരികൾ പറഞ്ഞ പോലെ ഷിർക്കാണെന്ന് പറയുന്നു. അപ്പൊ മടബൂരിസത്തിലേക്ക് ഹനീഫ് ക പോയതാണോ മടബൂരികൾ തിരുത്തിയതാണോ? ഏതാ പോയിന്റ്? ഇപ്പൊ അവര് പറയുന്നത് എന്തറിയോ? അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ അവര് പറയുന്നത് കുടുങ്ങിയാൽ അള്ളാനെ മറന്നിട്ട് ജിന്നിനെ വിളിക്കുമെന്നാണ് നിയമത്തുള്ള ഫാറൂഖി നമ്മളെ പറ്റി പറയുന്ന ആരോപണം. നിങ്ങള് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട പോയിന്റാണ്. അതായത് പ്രതിസന്ധി ഘട്ടത്തിൽ കുടുങ്ങിയാൽ അള്ളാനെ വിട്ട് ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു നമ്മളെന്ന് പച്ച നുണ പറയണം. അള്ളാനെ മറന്ന്, മരണാനന്തര ജീവിതം മറന്ന്, ഖിയാമത്ത് നാളിലെ രക്ഷാശിക്ഷകളും മറന്ന് അയാൾ പറയണെന്ത്? കുടുങ്ങിയാൽ നമ്മൾ അള്ളാനെ വിട്ടു. മക്കാ മുശ്രിക്കുകളേക്കാൾ കഷ്ടമാണ് നമ്മൾ എന്നാ പറയുന്നത്. എങ്കിൽ ഹനീഫ് കാക്ക് ബാധ്യതയുണ്ട്. കുടുങ്ങിയാൽ ജിന്നിനോട് വിളിക്കുന്ന മുജാഹിദുകൾ ഇവിടെ ഉണ്ട് എന്നാണ് കൂടെ സീറ്റിലിരിക്കുന്ന നിയമത്തുള്ള ഫാറൂഖി പറയുന്നത്. ആ താക്കോല് കൊണ്ട് കിടക്കാൻ ധൈര്യസമേതം നട്ടലുണ്ടെങ്കിൽ ഹനീഫ് ഖാൻ അതിന് തയ്യാറാവണം. ഹനീഫ് ഖാന്റെ വെല്ലുവിളി ആത്മാർത്ഥവും സത്യസന്ധവുമാണെങ്കിൽ ആ താക്കോലുമായി ഹനീഫ് ഖാൻ ചെല്ലണം. അങ്ങനെ ഉണ്ടെങ്കിൽ വെറുതെ അങ്ങ് പുറത്ത് കയറി ആളെ കാണുമ്പോ ആവേശം മുത്ത് വെല്ലുവിളിച്ചാ പോരാ. അതിൽ നിന്ന് പിറകോട്ട് പോകേണ്ട ഒരു ഗതികേട് പിന്നെ ഉണ്ടാവരുത്. ഉണ്ടാവും. ദുനിയാവ് 1-ാം സ്ഥാനത്ത് വരികയും ആഖിറം 2-ാം സ്ഥാനത്താവുകയും ചെയ്യുമ്പോ ആരെ മുമ്പിലും തല കുനിക്കേണ്ടി വരും. ഇന്നലെ പറഞ്ഞതിന് നേരെ എതിരായി പറയേണ്ടി വരും. അതുകൊണ്ടാണ് വളരെ പ്രധാനമായി നിയമത്തുള്ള ഫാറൂഖി പറയുന്ന ആ ഒരു ക്ലിപ്പിംഗ് നമ്മൾ ഓരോ വിഷയങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു പോവുകയാണ്. ആ ഭാഗം നിങ്ങൾ കേട്ടോളൂ. തൗഹീദ് കിട്ടുമ്പോഴാണ് ആനന്ദാണത്. ഇത് തൗഹീദ് മനസ്സിലാക്കിയതിന്റെ ശേഷം പിന്നെ ഏതെങ്കിലും ഹോജാക്കൾ പറഞ്ഞാൽ അതിൻ്റെ ഒപ്പാണ് പോവുക. എന്താ അന്ധമായ അനുകരണം. അപ്പൊ ഇത്രയും കാലം എന്തും പറഞ്ഞ് നമ്മൾ നടന്നത്. ഇപ്പൊ പുതിയൊരു വഹി ഉണ്ടാക്കി, കുടുങ്ങിയാൽ അള്ളാണ്ട് തേടിക്കോ, കുടുക്കില്ലാത്തപ്പോ അള്ളാനെ തേടിക്കോ. അല്ല, കുടുങ്ങിയ ജിന്നിനോട്, കുടുക്കില്ലാത്തപ്പോ അള്ളാനോടും. അല്ല 2-ാം നമ്പർ ആള്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എവിടേക്കാണ് ഈ പോണത്? ഇതൊരു വാശിക്ക് കൊണ്ടുവേണ്ട പ്രശ്നമാണോ? ഇത് രാഷ്ട്രീയ കാര്യമാണ്. അല്ല, അവനവന്റെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയ ചിന്തിച്ച് പഠിക്കണം. ഒരുപാട് സാധുക്കളായ കുട്ടികളെ പെട്ടുപോയിട്ടുണ്ട്. വ്യക്തി പൂജയുടെ പേരിൽ ചില ആൾക്കാരോടുള്ള അങ്ങേയറ്റത്തെ പൂജ, അങ്ങേയറ്റത്തെ ബഹുമാനം, ആദരവ്, വേറെ ചില ആൾക്കാരോടുള്ള ഭയങ്കര വെറുപ്പ്. ഇതുകൊണ്ട് ഒരു സ്വർഗം കളയാന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടന്മാരാ സഹോദരൻ. കാരണങ്ങൾ ആലോചിച്ച് നോക്ക്. തുടക്കത്തിൽ ഒരു വമ്പിച്ച നുണ പറഞ്ഞിട്ടാ പറയുന്നത് ഇത് പരലോകത്തിന്റെ കാര്യമാണ്. കിണ്ടല് കണക്കിന് നുണ പറഞ്ഞാൽ ആ പരലോകത്തെ രക്ഷപ്പെടുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ക്ലിപ്പിങ്ങിന്റെ തുടക്കത്തിൽ ഒരു വമ്പൻ നുണയാ പറയുന്നത്. ആകാശഭൂമിയോളം വിശാലതയുള്ള ഒരു നുണ. എന്താ നുണ? കുടുങ്ങിയാൽ അള്ളാനെ വിട്ട് ജിന്നിനെ വിളിക്കാന്നാണ് അത്രേ നമ്മൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഇത് നുണയോ ഇത് സത്യമോ? ഈ നിഷ്പക്ഷരായ മുജാഹിദുകളുടെ കൂട്ടത്തിൽ തന്നെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ചിലപ്പോ നേതാക്കന്മാർ ഫോൺ വിളിക്കും, ചിലപ്പോ നേതാക്കന്മാരങ്ങ് വരും. നേതാക്കന്മാർക്ക് പലപ്പോഴും അസുഖമായിരുന്നപ്പോ ഇതിങ്ങനെയൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു സ്ഥലത്തും അവര് വരില്ല. അവർക്ക് ഇപ്പൊ അവര് വരാത്ത ഒരു സ്ഥലവും ഇല്ല. ഏതെങ്കിലും നാട്ടിലെ പ്രമുഖരായ അത്യാവശ്യം 10 ഉറുപ്പിയുള്ളവനുണ്ടെങ്കിൽ ഓന്റെ അടുത്തൊക്കെ നമ്മുടെ നേതാക്കന്മാർ വന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചോ കണ്ടു? അവരൊക്കെ പേഴ്സണലായിട്ട് ചെന്ന് കണ്ട് ആളെ കൂട്ടുന്ന പ്രസ്ഥാനം, വോട്ടിന് ആളെ കൂട്ടുന്ന പ്രസ്ഥാനം, സാമ്പത്തികമായ ആളുണ്ടാക്കുന്ന പ്രസ്ഥാനം, അങ്ങനെയൊക്കെ. എന്നാ സാധാരണക്കാരെയോ ഓരോരുത്തട്ട് പോയിട്ടില്ല. അനുയായികളെല്ലാം ഇവിടെ ചില ആളുകൾക്ക് ഇപ്പൊ ആവശ്യം. എന്നാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഓരോ ചെറിയ മനുഷ്യരെയും ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലുള്ള സാധാരണക്കാരും, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ പ്രത്യേകത. അവിടെയാണ് ഞാൻ പറയുന്നത്, നിഅമത്തുള്ള ഫാറൂഖ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഒരു പ്രബോധകന് കളവ് പറയാൻ പാടില്ല. കുലിൽ ഹഖ് വഇൻ കാന മുറ,
കയ്പാണെങ്കിലും നിങ്ങൾ സത്യമേ പറയോ. നിങ്ങൾക്ക് കണ്ടുകൂടാ സക്കരിയ സുലൈനെ, നിങ്ങൾക്ക് കണ്ടുകൂടാ ഹുസൈൻ സലഫിയെ, നിങ്ങൾക്ക് കണ്ടുകൂടാ മുജാഹിദ് ബാലുശ്ശേരിയെ, അതൊക്കെ സത്യം. പക്ഷെ അവരുടെ പേരിൽ നുണ പറയാൻ അതിന്റെ പേരിൽ പാടുണ്ടോ? നിങ്ങൾക്ക് വെറുപ്പാ അവരോട്, നിങ്ങൾക്ക് കയ്പാ അവര്, അതുകൊണ്ട് നിങ്ങൾ നുണ പറയുകയോ എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക്. മാത്രമല്ല സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അതിൽ പെടാൻ ആഗ്രഹിക്കുന്നവർ, എന്റെ പോയിന്റ് അതാ. ഇവിടുത്തെ ഏതൊരു സ്ത്രീയും ഏതൊരു പുരുഷനും ആലോചിക്കുക. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വകൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണം. അസത്യം പറയുന്നവരുടെ കൂടെയല്ല, സത്യം പറയുന്നവരോടൊപ്പം നിങ്ങൾ നിൽക്കണം. ഇത് വളരെ ഗൗരവമായ കാര്യമാണ്, വളരെ 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 ഗൗരവമായ കാര്യം. അതെന്താ? നേമത്തുള്ള ഫാറൂഖി പറഞ്ഞ് നിങ്ങൾ കേട്ടു. എന്താ കേട്ടത്? കുടുങ്ങിയാൽ ജിന്നിനെയാണ് അത്രേ നമ്മൾ വിളിക്കുന്നത്, ജിന്നിനോടാണ് അത്രേ നമ്മൾ സഹായം തേടുന്നത്. നമുക്ക് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. നേമത്തുള്ള ഫാറൂഖിയുടെ അടുത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകൂ, എന്നിട്ട് നിങ്ങൾ നിഷ്പക്ഷരായ ആളുകൾ ചോദിക്കും, നേമത്തുള്ള ഫാറൂഖി ബാലുശ്ശേരി നിങ്ങളുടെ ഒരു ക്ലിപ്പിംഗ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അത് ഇതാണ് ക്ലിപ്പിംഗ്. കുടുങ്ങിയാൽ ജിന്നിനെയാണ് വിളിക്കുക, അള്ളാഹ് 2ാം നമ്പറാണ് എന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെ കുടുങ്ങിയാൽ അള്ളാനെ വിട്ട് ജിന്നിനെ വിളിക്കുന്ന ഒരു മുജാഹിദിനെ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? അതൊരു ന്യായമല്ലേ? ആ പറഞ്ഞതൊരു ന്യായമല്ലേ? കുൽ ഹാസു ബുർഹാനക്കും ഇൻ കുന്തും സാദിഖീൻ. അല്ലാഹ് പറഞ്ഞതാ. ജൂതന്മാര് ചില കാര്യം പറഞ്ഞു, അതാ ഞാൻ പറയുന്നത്. ജൂതന്മാരുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. നമ്മൾ നന്ദിയിലെ ഇരുപള്ളികളിൽ നിന്നും, സമസ്തയുടെ പള്ളിയിൽ നിന്നും മുജാഹിദിന്റെ പള്ളിയിലും മഗ്‌രിബ് നിസ്കരിച്ചല്ലോ, അവിടെ എല്ലാരും പ്രാർത്ഥിച്ചെന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. പടച്ചവനെ, നീ എന്നെ ആരുടെ കൂട്ടത്തിൽ പെടുത്തണം, ആരുടെ കൂട്ടത്തിൽ പെടുത്തരുത്? ആരുടെ കൂട്ടത്തിൽ പെടുത്തണം? മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അവരുടെ കൂട്ടത്തിൽ ചേർന്നെന്ന് നമ്മൾ പറഞ്ഞു. ജൂതന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ല, ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ല. അവരുടെ പാരമ്പര്യമാണെന്ത്? ജൂത ക്രിസ്ത്യാനികൾ പറഞ്ഞു എന്ത്? ഞങ്ങളാണ് അള്ളാന്റെ ആളുകൾ, ഞങ്ങളാണ് പ്രിയപ്പെട്ടവർ, അള്ളാഹ്ക്ക് ഞങ്ങളോട് വലിയ ഹുബ്ബ, ഞങ്ങൾ അള്ളാന്റെ ഔലിയാക്കളാ. ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും മൗലിയാ ലില്ലാഹി മിൻ ദൂനിൻ നാസി ഫതമന്നൗൽ മൗത് ഇൻ കുൻതും സാദിഖീൻ വലാ യതമന്നൗനഹു അബദാ വലാ യതമന്നൗനഹു അബദാ. അല്ലാഹ് പറയാൻ, ഏ ജൂതന്മാരെ, നിങ്ങൾ അള്ളാന്റെ ആളുകളാണെന്നാണല്ലോ പറയുന്നത്. ഒന്ന് മരണത്തെ കൊതിക്കി, വലാ യതമന്നൗനഹു അബദാ, ഒരിക്കലും അവർ മരണത്തെ കൊതിക്കൂല. അതാ അപ്പൊ ജൂതന്മാരെ പോലെ. എന്നിട്ട് അല്ലാഹ് പറയാണെന്ത്? സൂറത്ത് ബഖറ 2-ാം അധ്യായം 111-ാമത്തെ വചനത്തിൽ പറയാണെന്ത്? കുൽ ഹാതു ബുർഹാനക്കും ഇൻ കുന്തും സാദിഖീൻ. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുടെ നന്ദിയിൽ ഇന്നും നമ്മളോടൊപ്പം ചേരാതെ അകന്ന് കേന്നമിനോടൊപ്പം വെറും കേന്നം എന്നുള്ളതിന്റെ പേരിൽ, അല്ലാതെ ആദർശം എന്നുള്ളതിനല്ല. എനിക്ക് വലിയ സങ്കടമുണ്ട്. നന്ദിയിലൊക്കെ എനിക്ക് വളരെ വർഷത്തിന്റെ പഴക്കം, എന്നെ വളരെ കുഞ്ഞുനാളിലേ അറിയുന്ന, എന്റെ പിതാവിനെ അറിയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് സത്യസന്ധമായി ചോദിക്കുകയാണ്. ഒന്ന്, സൂറത്ത് തൗബയിലെ 119-ാമത്തെ ആയത്താ ഞാൻ ഓതി. ആയത്ത് നിങ്ങൾക്കും എനിക്കും ബാധകമാണ്. എന്താ അല്ലാഹ് വിളിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനു. അതിൽ നമ്മളൊക്കെ പെട്ടല്ലോ. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കി. എന്നിട്ട് അല്ലാഹനെ സൂക്ഷിക്കുന്ന ഒരാളുടെ പ്രത്യേകത എന്താ? അവരുടെ പ്രത്യേകത, അവർ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കുന്ന. ഇത് സത്യമാണോ? നിയമത്തുള്ള ഫാറൂഖി പറഞ്ഞ സത്യമാണോ? നിങ്ങൾ ഏതെങ്കിലും ഒരു മുജാഹിദ് ദേഷ്യം കൊണ്ട് എന്തെങ്കിലും പറയുന്നു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഉഅദിലു ഹുവ അഖറബു ലിത്തഖ്വ എന്ന് പറഞ്ഞാൽ അത് കെഎൻഎമ്മിന്റെ ഹനീഫ് കാ പാലിക്കണ്ടേ? അത് നിയമത്തുള്ള ഫാറൂഖി പാലിക്കണ്ടേ? അവരാണ് സത്യത്തിൽ എന്നല്ലേ പറയണേ. ആയത്തിന്റെ അർത്ഥം കേട്ടോളൂ. എന്താണ്? വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ. നമുക്കിപ്പോ ഈ കെയോ എ പി സുന്നികളോട് ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്കില്ലാത്ത വിശ്വാസം അവർക്കുണ്ടെന്ന് പറയുന്നു. പാടില്ല. അത് നീതിയല്ല. അത് 5-ാം അധ്യായം 8-ാമത്തെ വചനം. എന്നിട്ട് അല്ലാഹു സൂറത്ത് നിസായിലെ 135-ൽ പറയാണെന്ത്? വലൗ കാന അബാഉഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ മാതാപിതാക്കളായാലും ബന്ധുമിത്രാദികളായാലും ഇനി ദരിദ്രനായാലും സമ്പന്നനായാലും നീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടത്. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, നുണ പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഒരു പോയിന്റ് ഇത് മനസ്സിലെടുത്തോ. തെക്കുവയാണ് നീതി എന്നാ അല്ലാഹ് പറയുന്നത്. നീതി എന്ന് പറഞ്ഞാൽ തെക്കുവയാണ്. നീതി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാള് തമ്മിലുള്ള വിഷയം. ഹനീഫ് കാ പറയുന്നു ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. നിയമത്തുള്ള ഫാറൂഖി പറയുന്നു ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ മുജാഹിദുകളുണ്ട്.
KB അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്നു ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന നമുക്കിടയിലുണ്ട്. TP അബ്ദുൽ കോയമന്ദിനി പറയുന്നു ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന നമുക്കിടയിലുണ്ട്. അതുപോലെ പലരും പറയുന്നു. എങ്കിൽ നമ്മളൊരു മധ്യസ്ഥൻ എന്താ വേണ്ടത്? ഇല്ല എന്ന് ഞങ്ങൾ പറയും, ഉണ്ട് എന്ന് അവരും പറയും. അപ്പൊ നീതിമാന്മാരായ നിഷ്പക്ഷന്മാരായ എന്താ വേണ്ടത്? രണ്ടു കൂട്ടരെ ഇരുത്തുക. നിഅമത്തുല്ലാ ഫാറൂഖി പറയുന്നു വിജനമായ പ്രദേശത്ത് വെച്ച് ജിന്നിനോട് അള്ളാനെ വിട്ടിട്ട് ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. മക്ക മുശ്രിക്കുകളെക്കാൾ കഷ്ടാണ് മുജാഹിദുകളുടെ ഒരു ടീം, സക്കരിയ സ്വലാഹി ആ ടീമാണെന്ന് ആര് പറയുന്നു? നിഅമത്തുല്ലാ ഫാറൂഖി പറയുന്നു മക്ക മുശ്രിക്കുകളെക്കാൾ കഷ്ടാണ്. നിങ്ങൾ അതൊന്ന് കേട്ടോളൂ. പിന്നെ ഒരുത്തിനും പേടില്ല അള്ളാനല്ലാതെ. ഏത് നട്ടപ്പാതിര നേരത്തും ഏത് കൂരിരുട്ടിലും ഏത് മരുഭൂമിയിലും ഏത് വെള്ളത്തിൽ വീണാലും അള്ളാ മതിവന്. എന്തോ ഒരു സുഖ. എല്ലാരും കുടുങ്ങുമ്പോഴാണ് നമ്മൾ അള്ളാനെ വിളിക്കല്. ഇത് കുടുങ്ങിയ അള്ളാനെ വിട്ട് പിന്നെ വിളി ജിന്നിനാ. ചില്ലറ വഴികേടല്ലത്, ചില്ലറ ആദർശ വ്യതിയാനല്ല. എന്നാൽ മക്കാ മുശ്രിക്കീങ്ങൾ വരെ കുടുങ്ങിയാൽ അള്ളാനെ വിളിക്കും, കുടുക്കുന്ന രക്ഷപ്പെട്ടാലോ ലാത്തനി ഹുസൈനും വിളിക്കും. ഇവിടെ നേരെ എതിര്, കുടുങ്ങിയൊരു രക്ഷയില്ല എന്ന് തോന്നിയാൽ അവിടെ ജിന്നിനെ, അല്ലാത്തപ്പ അള്ളാനെ. എന്തൊരു വഴികേടാ ഇത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഒരു തരിമ്പ് പരലോക ബോധമുള്ള ഒരാൾ ഇത് പറയും. ഒരു തരിമ്പ് അള്ളാനെ പേടിക്കുന്ന ആരെ പറ്റിയാ പറയുന്നത്? കൂടപ്പിറപ്പുകളെ കുറിച്ചല്ലേ? ഇത്രയും കാലം ഒന്നിച്ചു നിന്ന് ഒരേ സ്റ്റേജിൽ പ്രസംഗിച്ചവരെ കുറിച്ചാണ് ഈ പറയണത്. എന്താ പറയണത്? അവര് മക്കാ മുശ്രിക്കുകളെക്കാൾ കഷ്ടാണ്. ഇത് സത്യം. ഞാൻ നന്ദിയില് കുറഞ്ഞ ആളുകളെ മഴ ആയതുകൊണ്ട് ഒരു പക്ഷേ ഇത് കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഞങ്ങളോട് ചോദിക്കും, ആ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, മരുഭൂമിയിലെത്തിയാല് മക്കാ മുശ്രിക്കുകൾ തന്നെ അള്ളാനോടാണ് പ്രതിസന്ധി ഘട്ടത്ത് പ്രാർത്ഥിക്കുക. ഇവർ അതിനേക്കാൾ കഷ്ടാണ്. അള്ളാനാട്ടോ ഒഴിവാക്കും, എന്നിട്ട് വിളി പിന്നെ ജിന്നിനെയാണ്. ശരി, നിഅമത്തുല്ലാ ഫാറൂഖിയുടെ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ജിന്നിനെ വിളിക്കുന്നവരില്ല എന്നാണോ? അല്ല, അങ്ങനെ ഒരു ടീം ഇവിടെ മുജാഹിദുകൾക്കിടയിലുണ്ട്. മക്കാ മുശ്രിക്കുകൾ പോലും ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. ഉറപ്പാണല്ലോ. 29-ാം അധ്യായം 63-ാമത്തെ വചനം. അതായത് അത് എന്നെ സൂറത്ത് ലുഖ്മാനിലും 32-ാമത്തെ വചനമായിട്ട് കാണാം. മക്കാ മുശ്രിക്കുകൾ കടലിൽപ്പെട്ട് ഇനി ഒരു രക്ഷയില്ലാന്ന് തോന്നി അവർ ലാത്തനെ ഒഴിവാക്കും, ഉസ്സനെ ഒഴിവാക്കും, വദ് സുവാഇ യഊസി യഹൂഖ് നസ്ർ അവരൊക്കെ ഒഴിവാക്കും. എന്നിട്ട് അള്ളാനെ മാത്രം അവർ വിളിക്കും. എന്നാൽ കേരളത്തിൽ മുജാഹിദുകൾ ആ മക്കാ മുശ്രിക്കുകൾക്ക് കഷ്ടാണെന്നാണ് നിയമം. ഇത് കടന്ന വാചകല്ലേ? ഇതൊരു അനീതിയല്ലേ? ഇത് സ്വന്തം വിഭാഗത്ത് വിട്ടവരെ കുറിച്ച് വെറുതെയുള്ള ഏത് അയാൾ എന്നെ പറഞ്ഞല്ലോ, ഒരു വിഭാഗത്തോടുള്ള വിരോധം. അത് അയാളുടെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടല്ലോ. ഒരു വ്യക്തികളോടുള്ള പൂജ. ഇവിടെ എന്താ ഉണ്ടായത്? മൂപ്പര് പറഞ്ഞ എല്ലാ ദുർഗുണവും മൂപ്പർക്കല്ലേ ഉള്ളത്. ഞാനിത് നിഅമത്തുല്ലാ ഫാറൂഖിനെ കുറിച്ച് ഇത് എനിക്ക് ഇങ്ങനെ അല്ലാതെ പറയാൻ കഴിയില്ല. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ശബ്ദം കട്ട് ചെയ്ത ക്ലിപ്പിംഗ്. അപ്പുറം കേട്ടാലും ഇപ്പുറം കേട്ടാലും ഈ ആശയത്തിനൊരു വ്യത്യാസം വരില്ല. ഞങ്ങളെ ക്ലിപ്പിംഗ് മറുഭാഗിടുന്ന പോലെയല്ല. ഇത് ശരിക്കുള്ള ഒരു ക്ലിപ്പിംഗ് ആണ്. ഇതാർക്കും അതിന്റെ അപ്പുറത്ത് വേറൊന്നാ പറഞ്ഞെന്ന് വരില്ല. കാരണം ഈ ആശയം കറക്റ്റ് ആണ്. എന്താ അയാൾ പറഞ്ഞത്? നിങ്ങൾ കേട്ടല്ലോ. മക്കാ മുശ്രിക്കുകൾ പോലും കുടുങ്ങിയാൽ അള്ളാനെ വിളിക്കുക. മുജാഹിദുകളുടെ വിഭാഗം. എന്നിട്ട് അയാൾ പറയുന്നത് എന്താ? ചില്ലറ വഴികേടല്ല. ഞാനും അംഗീകരിക്കുന്നു. അതായത് അള്ളാനെ വിട്ട് ജിന്നിനെ വിളിക്കുന്ന ഒരു മുജാഹിദിലുണ്ടെങ്കിൽ ഓനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചേരി. അതാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഞങ്ങളോട് പറ അങ്ങനത്തെ ഒരാളുണ്ട്. എന്നാൽ ഹനീഫ് കായക്കോട് നേരത്തെ വെല്ലുവിളിച്ചില്ലേ? അതേ വെല്ലുവിളി ഞങ്ങൾ ഇപ്പം വിളിക്കണം. ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ഒരാള് നിങ്ങൾ കാണിച്ചു തന്നാൽ, നന്ദി പള്ളിയിൽ ഉത്തരവാദിച്ചിരിക്കില്ലാത്തതുകൊണ്ട് താക്കോലിന്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ ആ വെല്ലുവിളി പറഞ്ഞില്ല. പക്ഷേ ന്യായമാണ് ഈ ചോദ്യം, ന്യായമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ആരാ അവിടെ അങ്ങനെയുള്ളത്? ആരാ അവിടെ അങ്ങനെയുള്ളത്? അത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത് നിഅമത്തുല്ലാ ഫാറൂഖിയുടെ നുണയാണ്, കളവാണ്. അവിടെ ഞാൻ ആയത്ത് വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. എന്ത്? സത്യവിശ്വാസികളെ, നുണയന്മാരുടെ കൂടെ നിങ്ങൾ നിൽക്കരുത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, KNM-ന്റെ ക്യാമ്പയിൻ ആണല്ലോ ഇപ്പോൾ. ആ ക്യാമ്പയിന്റെ ഭാഗമായി ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് അവര്. ഞാൻ കോഴിക്കോട് വെച്ച കണ്ട എന്റെ മൊബൈലുണ്ട് ആ പോസ്റ്റർ. നിങ്ങൾ ശേഷം വന്നാൽ ഞാൻ കാണിച്ചു തരും. ആ പോസ്റ്ററിൽ ഒരു ഹദീസ് കൊടുത്താണ്. ഞാനത് അപ്പൊ തന്നെ പകർത്തിയെടുത്തു. കാരണം സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് KNM-ന്റെ ഒരൊറ്റ ലീഡറും പാലിക്കുന്നില്ലല്ലോ. അല്ലാ, ഇത് ഓലിക്ക് എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാനാണ്. അതെന്താണെന്നറിയോ നിങ്ങള്? ആ പോസ്റ്ററിൽ ഒരാൾ സത്യം പറയുന്നുവെങ്കിൽ, അയാൾ സത്യവാനാണെങ്കിൽ ആ സത്യം പുണ്യത്തിലേക്കും പുണ്യം സ്വർഗത്തിലേക്കുമാണ്. ഒരാൾ നിരന്തരമായി സത്യം പറയുന്നവനാണെങ്കിൽ അള്ളാഹുവിന്റെ റെക്കോർഡിൽ അവൻ സത്യവാനെന്ന് എഴുതപ്പെടും. എനിക്ക് തോന്നുന്നു KNM-ലെ മനസാക്ഷി കുത്തുള്ള ആരോ ഇറക്കിയൊരു പോസ്റ്റർ അത്. കാരണം TP-നൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. TP ഒക്കെ നാവ് അനക്കുക നുണയെ പറയും.
എനിക്ക് സങ്കടം ഉണ്ടായില്ലേ? അത് ഞാൻ തെളിയിച്ചു തരും. ഞാൻ വെറുതെ പറയില്ല, നുണേ പറയുള്ളൂ. KNM-ൽ വിവാദം ഉണ്ടായതിനു ശേഷം TP നുണയല്ല, ഒരു ഹക്കായ ഒരു വാക്ക് അദ്ദേഹം പിന്നെ ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അനുഭവിച്ച ആളാ, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് അനുഭവിച്ച ആളാ. എന്നെ വിളിച്ച് എന്നെ പുറത്താക്കുന്ന ഘട്ടത്തിലൊക്കെ ഞാൻ അനുഭവിച്ചാണ്. നുണയെ പറയുള്ളൂ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാണ്. നാവിൽ ഒരു 10 വാചകം പറഞ്ഞ 8 എണ്ണം നുണ. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തെളിയിച്ചു തരും. ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ കളിപ്പിച്ചു തരും. കളവയാണ് പറയുള്ളൂ എന്ന്. ഒരുപാട് കാര്യങ്ങളിൽ അയാൾ നുണ പറയാറുണ്ട് എന്നുള്ളതിന് പല സാമ്പിളുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാൻ പറയുന്നത് ഒരു ഹദീസ് കൂടിയുണ്ട്, അത് KNM-ന് പോസ്റ്ററായിട്ട് ഇറക്കണം. ഒരാൾ കളവ് പറഞ്ഞാൽ അള്ളാഹു മലക്കുകളെ വിളിച്ചു പറയുന്ന ഓൻ കളവ പറയണ, ഓനെ കദ്ദാബ്, ലോകം മുഴുവനും വിളിച്ചു പറ, അവൻ പെരുങ്കള്ളനാണ്. ആ കൂട്ടത്തിൽ TP പെടരുത് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കും. ഹനീഫ് കായക്കൊടി പെടരുത് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പറയും. അതോടൊപ്പം എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നന്ദി ദാറുസലാമുമായി ബന്ധപ്പെടുന്ന മുസ്ലിയാക്കന്മാരോട് നിങ്ങൾ ഹനീഫിനോട് ചോദിക്കണം ആ താക്കോല് തരാൻ, നന്ദി പള്ളിയുടെ താക്കോല് നിങ്ങൾക്ക് തരാൻ. കാരണം ഹനീഫ് എന്നെ പറയുന്നെന്തറിയോ, ജബ്ബാർ മൗലയ്ക്ക് ജിന്നിനോട് തേടാന്നാ വാദമുള്ളത്. ഹനീഫ് തന്നെ ഇപ്പൊ പറയണ, നിങ്ങളെ വെല്ലുവിളിച്ച വയനാട് ചുരം ഇറങ്ങണ മാതിരി വലിയ വെല്ലുവിളി നടത്തിയത് എന്ത്? ഒരാളെ കൊണ്ടുവരാൻ കഴിയോ? നാളെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല എന്ന് വെല്ലുവിളിച്ച ആൾ ഇപ്പൊ പറയണെന്ത്? ജബ്ബാർ മൗലയ്ക്ക് ജിന്നിനോട് തേടാൻ തന്നെ വാദവും. ആ ക്ലിപ്പിംഗ് ഒന്ന് കേൾപ്പിച്ചു കൊടുത്തു. മോനെ, തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. ജബ്ബാർ മൗലവിക്ക് തേടാന്ന് വാദമുണ്ടോ? തേടാന്ന് തന്നെയാണ് ജബ്ബാർ മൗലവിക്ക് വാദം. ഇത് ജാമിയ നദിവേൽ വെച്ച് പറഞ്ഞതാണ്. ഇതിലെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കണ്ട്. നന്ദിയിൽ വെല്ലുവിളിച്ച എന്താണ്? തേടാന്ന് പറയുന്ന ഒരാളും അങ്ങനെ എഴുതിയ ഒരു കാര്യമില്ല. ഇപ്പൊ ഏതിനാ വിശദീകരിക്കുന്ന അറിയോ? അന്ന് ഇസ്ലാഹ് എടുത്തിട്ടാണ് അമ്പലക്കടവ് ചോദിച്ചത്, ജിന്നിനോട് തേടാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറയില്ലേ? അതില്ലാന്ന് സ്ഥാപിച്ചാണ് ഹനീഫ് ക പ്രസംഗിച്ച്. അതേ ഹനീഫ് ക ഇസ്ലാഹ് എടുത്തിട്ടും അതോടൊപ്പം അദ്ദേഹം മുമ്പ് എഴുതിയ തൗഹീദി ഗ്രന്ഥം എടുത്തിട്ടും പറയാണ് ജബ്ബാർ മൗലവിക്ക് അങ്ങനെ വാദമുണ്ട് എന്ന് പറയാ. അത് ജാമിയയിൽ വെച്ചാ നടന്നത്. അതേ ഹനീഫ് ക പിന്നെ തിരുവനന്തപുരത്തെത്തി. അതേ മാസം തിരുവനന്തപുരത്തെത്തി. അപ്പൊ പറയണെന്തറിയോ? സക്കരിയ സുലൈക്കും ജബ്ബാർ മൗലവിക്കും അല്ല ജിന്നിനോട് തേടാമെന്നോ പ്രാർത്ഥിക്കാമെന്നോ വാദമില്ല. അതും നിങ്ങളൊന്ന് കേട്ടോളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. സഹോദരങ്ങളെ കേട്ടോ, ഭൗതികമായ കാര്യത്തിൽ പോലും ജിന്നിനോട് തേടാമെന്ന് സക്കരിയ സുലൈക്ക് വാദമില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് അബ്ദുൽ ജബ്ബാർ മൗലവിക്കും സക്കരിയ സുലൈക്കും വാദമില്ല. നേരെ മറിച്ച് നിയമത്തുള്ള പറഞ്ഞതോ ഇപ്പൊ ഹനീഫ് ക പറയുന്നതോ വാദണ്ട് എന്നാണ് പറയുന്നത്. ഈ വൈരുദ്ധ്യങ്ങൾ ഓരോ ആഴ്ചയിലും ഓരോന്ന് പറയുന്ന ഇവരെ എങ്ങനെ വിശ്വസിക്കും നിങ്ങള്? അതാണ് എനിക്ക് ഏറെ അത്ഭുതകരമായ ഒരു കാര്യം. നിങ്ങൾ എങ്ങനെ ഇവരെ വിശ്വസിക്കും? മാത്രമല്ല, ഇവര് ശരിക്കും തൗഹീദിനെ സ്നേഹിക്കുന്നവരാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ നിങ്ങളെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് നിങ്ങൾ ഇനി വായിച്ചു കേൾപ്പിക്കാൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. TP അബ്ദുള്ള കോയ മദനി ഒരു ഇന്റർവ്യൂ നൽകി. ഏതിലെ? സത്യധാരയില്. ചേളാരി സമസ്തക്കാരുടെ സത്യധാരയിൽ TP അബ്ദുള്ള കോയ മദനി ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് ശീലിച്ചവരാരാ? മടവൂർ വിഭാഗാണ്. അതിനെ രൂക്ഷമായി വിമർശിച്ച ആളാണ് ആര്? അനസ് മുസ്ലിയാര്. നിങ്ങൾ ആലോചിക്കണം. അതായത് ഹുസൈൻ മടവൂരും സലാം സുല്ലമിയും സുന്നികളുടെ പ്രസിദ്ധീകരണത്തിൽ മുജാഹിദുകൾക്കെതിരെ ഇന്റർവ്യൂ കൊടുത്തതിനെ രൂക്ഷമായി വിമർശിച്ച ആളാണ് ആര്? അനസ് മൗലവി എന്ന് പറയുന്ന ഈ മനുഷ്യൻ. നിങ്ങൾ ആലോചിക്കണം.
എന്നിട്ട് ഇപ്പോഴോ TP അതാണ്. വളരുമ്പോ അസത്യത്തിന്റെ ആളുകൾ എപ്പോഴെന്താ ചെയ്യാന്നറിയോ? സത്യപ്രസ്ഥാനത്തെ തോൽപ്പിക്കാൻ ഏത് വൃത്തികെട്ട ടീമുമായി കൂട്ടുകെട്ടുമെന്നതിന് യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. പക്കാ ശിർക്ക് ചെയ്യുന്ന ദർഗാ പൂജകരായ ആളുകളുടെ നമുക്കെതിരാളികളായ, എന്നും പ്രബോധനത്തിന്റെ എതിരാളികളായ, എന്നും ദീനുൽ ഇസ്ലാമിന്റെ എതിരാളികളായ, എന്നും പ്രവാചക സുന്നത്തിന് എതിരാളികളായ, സമസ്തക്കാരുമായി കൈകോർക്കാൻ മടിയില്ലാത്ത മടവൂരിസത്തിന്റെ അതേ ലൈൻ അതാർക്കുള്ളത്? അത് TPക്കുണ്ടായി. സലാം സുല്ലമിയുടെ അതേ റൂട്ട്, ഹുസൈൻ മടവൂരിന്റെ അതേ റൂട്ട്, ഫോട്ടോ വെച്ച് 3 കളർഫുൾ ഫോട്ടോ വെച്ച് ഈ കാര്യം നിർവഹിക്കുന്നത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി മടവൂർ ഈ ഭാഗം നമ്മൾ വളർന്നപ്പോ അവരെ ആ ഇന്റർവ്യൂ കൊടുത്തു, സെൻസിങ്ങിന് കൊടുത്തു, അതുപോലെ പലതിനെ അവർ ഇന്റർവ്യൂ കൊടുത്തു. അതിനെ വിമർശിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒറ്റുകാരാണ് മടവൂരികൾ എന്ന് വിമർശിക്കുന്ന അനസിന്റെ ക്ലിപ്പിംഗ് നിങ്ങളൊന്ന് ആദ്യം കാണുക. എന്നിട്ട് ഞാൻ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഇത് എവിടെയാ ചെന്ന അവസാനം? പ്യൂർ മടവൂരി, ഒരു കാര്യത്തിൽ പോലും മടവൂരികളുമായി വ്യത്യാസമില്ല. നിങ്ങൾക്ക് ഞാൻ തെളിയിച്ചരാ, നിങ്ങൾ കേട്ടോളൂ. അതുകൊണ്ട് അവസാനിച്ചോ? അവസാനം എത്രത്തോളം എഴുതി എന്ന് ചോദിച്ചാൽ നമ്മുടെ പത്രങ്ങൾ വരെ ഏത് സെൻസിങ് എന്ന് പറഞ്ഞാൽ അതിപ്പോ നമ്മുടെ സമസ്തക്കാരെഴുതി നിങ്ങൾ വിചാരിക്കരുത്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിയിട്ട് ആദ്യം പോയിട്ട് ഇന്റർവ്യൂ കൊടുത്താർക്ക അൽ-ഇർഫാദിന്. ആര്? സാക്ഷാൽ ഹുസൈൻ മടവൂർ അല്ലേ? അൽ-ഇർഫാദ് ആരാ? ഇവിടുത്തെ നാട്ടിലെ AP-കാരുടെ പത്രം. പിന്നെയോ നമ്മുടെ വസിയത്ത് സെക്രട്ടറി, ആ വസിയത്ത് സെക്രട്ടറി അദ്ദേഹം പിന്നെ അഭിമുഖം കൊടുത്തു. ആർക്ക്? സെൻസിങ്. സെൻസിങ് ആരുടെ പത്രമാണ്? നമ്മുടെ നാട്ടിലെ AP-കാരുടെ പത്രം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സലാം സുല്ലമി ഇന്റർവ്യൂ കൊടുത്തു. ആർക്കാ കൊടുത്തത്? അതേ സെൻസിങ്. ആ സെൻസിങ്ങിന് ഇന്റർവ്യൂ കൊടുത്തു. സെൻസ് ഇല്ലാത്തവർക്കൊക്കെ കയറാൻ പറ്റിയ സ്ഥലം അതെന്നാ. അങ്ങനെ ചെന്നു, അവിടെ ഇന്റർവ്യൂ കൊടുത്തു. അങ്ങനെ ആ സെൻസിങ്ങിനെ പോഷിപ്പിച്ചു. അങ്ങനെ തുടക്കം മുതൽ ഇന്ന് വരെ ഇന്റർവ്യൂ കൊടുത്തും അതുപോലെ തന്നെ ആളെ വരി ചേർത്തും അതുപോലെ മാസിക വാങ്ങിയും വിജയിപ്പിച്ചു കൊണ്ടിരുന്ന അതേ സെൻസിങ് തന്നെ പറഞ്ഞു കൊലച്ചതി. കൊലച്ചതി ആരെ കുറിച്ചാ പറഞ്ഞത്? കനറ. എങ്ങനെയുണ്ട്? ഏത് സെൻസ് ഇല്ലാതെ? അന്ന് ഹുസൈൻ മടവൂരിന് സെൻസ് ഇല്ല, CP ഉമർ സുല്ലമിക്ക് സെൻസ് ഇല്ല, അബ്ദുസ്സലാം സുല്ലമിക്ക് സെൻസ് ഇല്ല, ഇപ്പൊ TPക്കില്ല. ധൈര്യമുണ്ടോ അനസിന്? അതേ സുന്നി പ്രസിദ്ധീകരണത്തിൽ പിന്നെ ഇന്റർവ്യൂ കൊടുത്ത TPക്ക് സെൻസ് ഇല്ല എന്ന് പറയാൻ എങ്ങനെ കഴിയല്ലേ? 1000ന്റെ നോട്ട് അട്ടിക്കണക്കിന് കിട്ടിയ എങ്ങനെ കഴിയ? അതിങ്ങനെ ആഴ്ചയിൽ ലെവൽ അനുസരിച്ച് എത്ര മുവഹിദുകളെ മുശ്രിക്കാക്കുന്നോ അത്ര എണ്ണം അട്ടിയിൽ ഇങ്ങോട്ട് കിട്ടിയല്ലേ? പിന്നെ എങ്ങനെ ഇപ്പൊ പറയാൻ കഴിയും? ഈ അനസിന്റെ ഒരു യോഗം ഞാൻ ആലോചിക്കുകയാണ്. ലൈഫിൽ ഇവനെ പോലൊരു അവസ്ഥ ഭൂമിയിൽ ഒരു മനുഷ്യനുണ്ടോ? അതിന്റെ ഏറ്റവും രസം എന്താ അറിയോ? ഹനീഫ അനസു തല്ലൂട് ഭയങ്കരമാണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഇതിൽ ഇന്റർവ്യൂ കൊടുത്തു. അതോടൊപ്പം അനസു മൗലവി വളരെ വൈകാരികമായി പറയണെന്ത്? ഇവിടെ ഹനീഫ പറയാ ഒരു ഭാഗത്ത് പിന്നെ ഇയ്യാക നഅ്ബുദു എന്ന തോതിയിട്ട് മുജാഹിദുകൾ കയ്യിൽ ഭയങ്കര വിഷമണ്ടായി. ഞങ്ങൾക്ക് വിഷമണ്ടായി. ആളെ നോക്കി, മുഖം നോക്കി, ചിരിക്കുന്നത് നോക്കി, സലാം പറയുന്നത് നോക്കി അല്ല ഞങ്ങൾ ആയത്തോതിയത്. നിങ്ങൾ ശിർക്കിലായതുകൊണ്ടാണ് ഞങ്ങൾ ആയത്തൊക്കെ ഓതിയത് എന്ന് ആര് പറയാണ്? ഹനീഫ് കായക്കൊടി മടവൂരികൾ പറയുന്ന പോലെ പറയാൻ. ഇതിന്റെ ഏറ്റവും രസകരമായ ഒരു സംഗതി നിങ്ങൾ കേൾക്കണം. ഏത് കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാവും. ഈ ആയത്ത് മടവൂരികളായിരുന്നു 7 കൊല്ലം TPക്കെതിരെ ഓതി, ഹനീഫക്കെതിരെ ഓതി, അഹമ്മദ് അനസ് മൗലവിക്കെതിരെ ഓതി, അബ്ദുറഹ്മാൻ സലഫിക്കെതിരെ ഓതിയപ്പോ നമ്മൾ പറഞ്ഞു എന്ത്? നിങ്ങൾ ഞങ്ങളെ പേരിൽ ഓതേണ്ട ആയത്തല്ല അത്. ഇവിടെ ആരും ശിർക്ക് ചെയ്തിട്ടില്ല, അത് സമസ്തക്കാരാണ് ആ ആയത്ത് ഓതാൻ അർഹർ, അവർക്കാണ് ശിർക്കുള്ളത്, ഇവിടെ ഞങ്ങൾക്ക് ശിർക്കില്ല എന്ന വലിയ വിഷമത്തോടെ ആര് പറയാണ്? അനസ് പറയാണ്. ഇപ്പൊ ഹനീഫ് കായക്കൊടി നാസർ സുല്ലമിയുടെ കൂടെ മടവൂരിയാണുള്ളത്. ആ മടവൂരിന്റെ കൂടെ കൂടിയിട്ട് പറയണെന്ത്? അന്ന് അലി പറഞ്ഞ പോലെ, അന്ന് കരിമ്പിലാക്കൽ പറഞ്ഞ എന്താ? ഞങ്ങൾ ഈ ആയത്തോതും നിങ്ങൾക്ക് എന്താ വിഷമോ? ആളെ നോക്കിയല്ല, മുഖം നോക്കിയല്ല, സലാം പറയുന്ന നോക്കിയല്ല, വിഷയം നോക്കിയാ ഞങ്ങൾ ആയത്തോതിയെന്ന് അന്ന് മടവൂരികളെ പറഞ്ഞപ്പാണ് അനസ് മൗലവിന് മറുപടി കൊടുത്ത്. ഇപ്പൊ ഹനീഫ് എവിടെ എത്തി? അന്നത്തെ അബ്ദുസ്സലാം സുല്ലമിയുടെ ലൈനിൽ. അതൊന്ന് കേട്ടോളി. മുജാഹിദുകൾ സംഘടന നോക്കിയല്ല ആയത്തോതിയത്. മുജാഹിദികൾ നമ്മളോട് ആരാണ് ചിരിക്കുന്നത്, നമ്മളോട് ആരാണ് സലാം പറയുന്നത്, ആരാണ് നമ്മുടെ ആ സഹോദരന്മാരായിട്ടുള്ളത് എന്ന് നോക്കിയല്ല ആയത്തോതിയത്. വിഷയവുമായി ബന്ധപ്പെട്ട മുജാഹിദികൾ ഇന്ന് മുജാഹിദികളുടെ വേദികളിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തോതുമ്പോ
والذين تدعون من دون الله ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم എന്ന ആയത്ത് ഓതുമ്പോൾ ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة എന്ന ആയത്ത് മുജാഹിദുകൾ ഓതുമ്പോൾ وقال ربكم ادعوني استجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين എന്ന ആയത്ത് മുജാഹിദുകൾ ഓതുമ്പോൾ അസ്വസ്ഥരാകുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ അസ്വസ്ഥരാകുന്നത്? പണ്ട് സുന്നികൾ അസ്വസ്ഥരായതുപോലെ, സുന്നി മുസ്ലിയാക്കൾ അസ്വസ്ഥരായതുപോലെ ഈ ആളുകൾ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? ഇവരും ഈ ജനങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പച്ചയായ ശിർക്കിലേക്കാണ്. മടവൂരികൾ പണ്ട് നമ്മളെ പറ്റി പറഞ്ഞ അതേ കാര്യം മർക്കസ് ദേവനാണോ കുറിപ്പ് വാങ്ങി ഇങ്ങോട്ട് നന്ദിയിൽ പ്രസംഗിക്കാൻ മെനയാന്ന് വന്നേ നിങ്ങളുടെ ചോദിച്ചോളി. ഇനി ഇതേ കാര്യം മടവൂരികൾ പറഞ്ഞപ്പോ സുഹൃത്തുക്കളെ, അനസിന്റെ വിലാപം ഇവർക്കിപ്പോ വലിയ വിഷമാണെന്നല്ലേ? ആ വിഷമിക്കുന്ന അനസിനെ കണ്ടോളി നിങ്ങൾ. ആരോടാണ്? ആരോടായി പറയുന്നത്? എന്താ പറയുക, ചാലിയത്തൊക്കെ ഇപ്പൊ അൽവി സക്കാവിയുമായിട്ടൊക്കെ മറുപടി പറയുമ്പോ സാധാരണക്കാരായ ആളുകൾ പോലും ഈ ആയത്തൊരുപാട് കേട്ട് എന്ന ആയത്തൊക്കെ കേട്ടിട്ട് ചാലിയത്തുകാരായ ആളുകൾ പഠിച്ചു വെച്ചു. ഇത് സുന്നികളായ ആളുകള് അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോ, മരിച്ചവരോട് പ്രാർത്ഥിക്കുമ്പോ, അവരോട് അവരുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുമ്പോ അവർക്കെതിരെ ഓതുന്ന ആയത്താണല്ലോ. എന്നാൽ ഇപ്പോ മടവൂരികൾ ഇവിടുത്തെ KNMകാർക്ക് തന്നെ ഈ ആയത്ത് പഠിപ്പിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്ന് കേൾക്കണം, തെറ്റിദ്ധരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നുണ്ടാക്കണം. ഇവരെ കുറിച്ച് എന്താ ഈ ആളുകളെ പിന്നാലെ ഞങ്ങൾ പോണത്? നോക്കി, ഇവിടെ ഒരു കാര്യങ്ങൾ വ്യക്തമാണ്. പൂർണ്ണമായ മടവൂരിസത്തിലേക്ക് TP എത്തിക്കഴിഞ്ഞു, ഹനീഫ് കായക്കൊടി എത്തിക്കഴിഞ്ഞു. കാരണം എന്താ? അന്ന് മടവൂരികൾ ചെയ്ത അതേ പണി, അതേ തന്ത്രം, അതേ കാര്യം, ഒരക്ഷരം പോലും വ്യത്യാസമുണ്ടോ? പിന്നെ നമുക്ക് വലിയൊരു നിയമത്ത് പണ്ട് നമ്മൾ പറയലുണ്ട്, പേരോട് എവിടെ പ്രസംഗിച്ചോ അവിടെ വേരോടും. അനസ് നമുക്കൊരു അനുഗ്രഹമാണ്. നമ്മുടെ ആദർശ പ്രസ്ഥാനം വളർത്തുന്നതിൽ റബ്ബ് തന്നൊരു ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതാണ് നിങ്ങളുടെ ആലോചിച്ചു വാങ്ങണം. ഈ അനസ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഭാഗ്യമാണ്. കാരണം അന്ന് മടവൂരികളുടെ എല്ലാ വാദത്തിനും മറുപടി പറഞ്ഞ ആളാ അനസാണ്. അതുകൊണ്ട് നമുക്ക് എന്തായി, അന്നത്തെ മടവൂരിസ് എന്തായിരുന്നു എന്നും അന്നത്തെ KNM മടവൂരികൾക്ക് എന്താ മറുപടി കൊടുത്തൊന്നും തെളിയിക്കാൻ നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടി. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, എപ്പം നോക്ക്, ഹനീഫ് കായക്കോട് എവിടെയാ? മടവൂരിസത്തിലാണ്. നിങ്ങൾ ആലോചിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് വായിച്ചു കളിപ്പിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. സത്യധാരയിലെ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും വലിയ അപകടാവസ്ഥയിൽ TPയുടെ അഭിമുഖ ഇതിൽ ഫസ്റ്റ് തന്നെ കേട്ടോളിട്ടോ, നിങ്ങൾക്ക് വേദനിക്കും. ഇങ്ങനെയുള്ള ആളുകളെയാണല്ലോ നമുക്ക് ലീഡർമാരായി കിട്ടിയെന്ന് നിങ്ങൾ ശരിക്കും, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതാ ശരിക്കും അത് ബോധ്യപ്പെട്ടോളൂ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം തന്നെയാണ് TPനോട്. അങ്ങനെയാണെങ്കിൽ 2007 ഇങ്ങനെ ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കല്ലെന്ന വാദം പ്രസ്ഥാനത്തിനകത്തു നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ വാദം ശിർക്കാണെന്ന് അന്നു തന്നെ മടവൂർ വിഭാഗം ആരോപിച്ചിരുന്നു. അപ്പോഴൊക്കെ അത് ശിർക്കല്ലെന്ന് അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് ചോദിക്കുന്ന കേവല സഹായാർത്ഥന മാത്രമാണെന്നും പറഞ്ഞ് ഔദ്യോഗിക KNM അതിനെ ന്യായീകരിക്കുകയും ലേഖനങ്ങളുടെയും പ്രസംഗങ്ങളുടെയും ആ നിലക്ക് വിശദീകരിക്കുകയുമായിരുന്നു. ഇങ്ങനെ 5 വർഷത്തോളം ന്യായീകരിച്ച് നടന്ന വിഷയം പിന്നീട് ശിർക്കാണെന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമില്ലേ? ശിർക്ക് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്ര വൈകിയത്? ചോദ്യങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അതായത് 2007 ഇസ്ലാഹിൽ വന്നത് ശിർക്കാണ് എന്ന് മടവൂരികൾ ആ കാലത്തെ പറഞ്ഞപ്പോ അത് ശിർക്കല്ല എന്ന് KNM, കേരള നദുവത്തുൽ മുജാഹിദീൻ, അല്ലാതെ നിങ്ങളെപ്പോഴത്തെ KNM അല്ല. നിങ്ങൾ ആലോചിച്ചു, TPയുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട അറിയും, TP കൊടുക്കേണ്ട മറുപടി എന്ത് നിങ്ങൾ ഇപ്പൊ കേട്ടിട്ടില്ല. പക്ഷെ അത് വായിക്കുന്നതിന് മുമ്പ് ഞാനൊരു ആമുഖം പറയാം. TPയുടെ മറുപടിയിൽ ഇസ്ലാം ഉണ്ടോ നിങ്ങൾ ആദ്യം പരിശോധിക്കണം. പ്രവാചക മാതൃകയുണ്ടോ? നമ്മളെ പറ്റി പറയുന്നത് എന്താ? അന്ധവിശ്വാസത്തിലേക്ക് പോയി, പ്രവാചകന്റെ സുന്നത്തുനിന്ന് പോയി,
ആരാ സുന്നത്ത് വിളിക്ക് പോകുന്നത് എന്ന് ഞാൻ TP പറഞ്ഞ വാക്കെന്നാ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടല്ല. ഇത് 100 കണക്കിന് കോപ്പി ആളുകളെ കയ്യിൽ കിട്ടിയാണല്ലോ. ഇനി ഇതിനെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. നല്ല ഉഷാറ് ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാം മൊഞ്ചില്. നിങ്ങൾ ആലോചിച്ചു നോക്കേ. ഇതാ കേട്ടോളൂ, നിങ്ങൾ TP പറയാൻ. ഈ ചോദ്യം ഏതായാലും എനിക്ക് ബാധകല്ല. നിങ്ങൾ ആലോചിക്കുന്ന ഒരു നേതാവ് കൈ കഴുകുകയാണ്, എല്ലാ അനുയായികളെയും വേറെ. മൂപ്പരെപ്പോഴും അങ്ങനെയാണ്, അനുയായികളോട് വെറുപ്പുള്ള ഒരു നേതാവാണ്. അതാണ് അയാളുടെ ഒരു പ്രത്യേകത. ലോകത്ത് വേറൊരു പ്രസ്ഥാനത്തിന് അത് ഉണ്ടാവില്ല, വേറെ തന്നെ. പക്ഷെ മൂപ്പരെ കഥ, മൂപ്പരെ കീഴിലുള്ളവരോടൊക്കെ മൂപ്പർക്ക് വെറുപ്പാണ്. മൂപ്പരെപ്പോഴും ഇതിന്റെ മേലെ. ഞാൻ വെറുതെ പറയാം.